نقبل يده فالخدا ونشم العنبر والبردا ونذوب يا من لو وجدا الفرحة في الاستبشار. അസ്സലാമു അലൈക്കും. വെള്ളി വെളിച്ചത്തിലേക്ക് സ്വാഗതം. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറില്ലാഹ്. വളരെ ആഹ്ലാദപൂർവ്വം ഈദുൽ ഫിത്തർ ആഘോഷിച്ചപ്പോൾ ജഗന്യന്താവായ അള്ളാഹുവിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ്, ഒരു സന്ദേശം നമ്മിലേക്ക് എത്തിയിരുന്നു. അത് സ്നേഹത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, അംഗീകാരത്തിൻ്റേതാണ്. ബാഹല്ലാഹു ബിഹിമുൽ മലായിക. അതെ, പടച്ചതമ്പുരാൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് അള്ളാഹുലേക്ക് വണക്കം സമർപ്പിച്ച വിശ്വാസികളെ സാക്ഷിയാക്കി നോക്കിക്കൊണ്ട് മലക്കുകളോട് അള്ളാഹു അഭിമാനപൂർവം സംസാരിക്കുകയാണ്. അതെന്താ? അള്ളാഹു പറയുന്നു, യാ മലായിക്കത്തി, ഓ എൻ്റെ മലക്കുകളെ, അലാ തൻദുറു ഇലാ ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? ഫഖദ് ഫറദ്തു അലൈഹിം സിയാമ ശഹ്രി റമളാൻ ഫസാമൂ ലി. റമളാനിലെ വ്രതം ഞാൻ അവർക്ക് ഫർളാക്കി, അവർ ആ നോമ്പ് അനുഷ്ഠിച്ചു. വഅമറു ഫീഹി മസാജിദി, പള്ളികളെല്ലാം വളരെ സജീവമാക്കി ആരാധനകളാൽ. വതലൂ ഫീഹി കിതാബി, വിശുദ്ധ ഖുർആൻ, എൻ്റെ കിതാബ് അവർ പാരായണം ചെയ്തു. വഹ്സനൂ ഫീഹി ഫുറൂജഹും, ഈ റമളാനിലാകട്ടെ അവർ ഗോപ്യഭാഗങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെയാണ് കൊണ്ടുനടന്നത്. വഅദ്ദൗ ഫീഹി സക്കാത്ത് അബ്ദാനിഹിം, അവരുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നിർവഹിക്കേണ്ട സക്കാത്തെല്ലാം കൊടുത്തു വീട്ടി. അങ്ങനെ അള്ളാഹു ഈ വിശ്വാസികൾ ചെയ്ത സൽക്കർമ്മങ്ങൾ പലതും എടുത്തു പറഞ്ഞു മലക്കുകളോട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഉമ്മത്തിനെ വിളിച്ച് അള്ളാഹു പറയുന്നുണ്ട്, ഓ ഉമ്മത്തികളെ, മുഹമ്മദ് നബി തങ്ങളുടെ ഉമ്മത്തികളെ, നിങ്ങൾ എന്നോട് ചോദിക്കൂ, ഞാൻ ഉത്തരം ചെയ്യാം. ഇത് പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, സുമ്മൻസരിഫു മഗ്ഫൂറൻ ലക്കും, ഇനി നിങ്ങൾക്ക് പുറത്തു വന്നിട്ടുണ്ട്, ആ രീതിയിൽ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം. റളീതു മഅനി, സട്ടാവായ എന്നെ നിങ്ങൾ തൃപ്തിപ്പെട്ടല്ലോ. റളീതു അൻകും, സട്ടാവായ ഞാൻ നിങ്ങളെയും പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഓ സഹോദരങ്ങളെ, ഈ ഒരു മെസ്സേജ് ഇന്നലെ നമ്മുടെ ഖത്തീബ്മാർ പലതും മിമ്പറിൽ വെച്ചുകൊണ്ട് ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തു. നാം എത്ര സൗഭാഗ്യവന്മാർ! ഈ വിശുദ്ധ റമളാനെ നമുക്ക് പുണ്യകരമാക്കാൻ, സജീവമാക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്തെങ്കിൽ അത് പടച്ചവൻ്റെ വലിയൊരു അനുഗ്രഹം തന്നെയാണ്. എന്നിട്ട് പടച്ച തമ്പുരാൻ നമുക്ക് പുറത്തു തന്നു. അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടിയാൽ പിന്നെ അതുവഴി സ്വർഗത്തിലേക്കല്ലേ. അള്ളാഹു നമുക്ക് സ്വർഗപ്രവേശം സാധ്യമാക്കട്ടെ. പടച്ച തമ്പുരാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ പൊരുത്തപ്പെട്ടു, നിങ്ങളെ ഞാനും പൊരുത്തപ്പെട്ടു. അള്ളാഹുവിൻ്റെ പൊരുത്തം കിട്ടിയാൽ അവിടെയും നാം രക്ഷപ്പെടുകയല്ലേ, നമുക്ക് സൗഭാഗ്യം വന്നു ചേരുകയല്ലേ. അപ്പോൾ കഴിഞ്ഞ ഒരു മാസക്കാലം നമുക്ക് വലിയൊരു സമ്പന്നതയുടെ നാളുകളാണ്, ധന്യതയുടെ മികവുറ്റ നിമിഷങ്ങളാണ്. അതിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ആ പ്രാധാന്യം നാം മനസ്സിലാക്കിയതിൻ്റെയും അപ്പുറമാണ്. പിന്നെ നാം എത്രമാത്രം സജീവമാക്കി നമുക്കത് വിശദീകരിക്കാൻ പോലും സാധ്യമല്ല. ചിലയിടങ്ങളിലൊക്കെ കണ്ടുവരുമ്പോൾ അല്ലാ, കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ വെള്ളി വെളിച്ചം റെക്കോർഡ് ചെയ്യുന്ന ഞാൻ UAE ഷാർജയിലെ എൻ്റെ മകൻ താമസിക്കുന്ന ഫ്ലാറ്റിൽ പാതിരാവിന് ശേഷം അതാ സമീപത്തെ പള്ളിയിൽ നിന്നുകൊണ്ട് ഉച്ചത്തിൽ ശബ്ദം കേൾക്കുകയാണ് പരിശുദ്ധ ഖുർആനിൻ്റെ. അതാ വിശ്വാസികൾ അവിടെ തറാവിയെല്ലാം കഴിഞ്ഞ് പിന്നെയും പാതിരാവിൽ ഖിയാമുൽ ലൈലും മറ്റുമൊക്കെയായി പള്ളിയിൽ സംഘടിച്ചിരിക്കുന്ന അവരുറക്കമില്ല. തറാവിന് ശേഷം ചില ദിവസം ദുബായിലേക്ക് സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ അവർ അത്യാവശ്യ കാര്യങ്ങളും സംസാരവും ഭക്ഷണം കഴിഞ്ഞ് പിന്നെയും പാതിരാ നേരത്ത് പള്ളിയിലേക്ക് പോകാനുള്ള ഒരുക്കമാണ്. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗത്തും ജനകോടികൾ ഉറക്കമൊഴിച്ചില്ലേ, സുബഹി വരെയും സജീവമാക്കിയവരില്ലേ. കുറഞ്ഞ സമയങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ളത് ശുദ്ധ ഖുർആൻ, ദിക്ർ, ദുആ, പടച്ചവൻ്റെ ഭക്തി ഇതിൽ സമർപ്പിച്ചിട്ടില്ലേ. നാം ഭാഗ്യവാന്മാരാണ്. അതാ നാട്ടിലെത്തി. റമളാൻ്റെ അവസാന ദിവസം അങ്ങ് കോതമംഗലത്ത് നിന്ന് എൻ്റെ ഇവിടെ പറഞ്ഞ ഭാര്യയുടെ വീട്ടിലേക്ക് നോമ്പ് തുറക്കാൻ പോവുകയാണ്. മഗ്‌രിബിന് എത്തുമോ എന്ന സംശയമുണ്ടായിരുന്നു. ഹൈവേയിലൂടെ പോകുമ്പോൾ അകലെ നിന്നുകൊണ്ടൊരു ബോർഡ് കാണുകയാണ്, ഉയർത്തിപ്പിടിക്കുന്നു, ഒരു ചെറുപ്പക്കാരൻ നോമ്പ് തുറക്കാൻ സൗകര്യം. ഞങ്ങൾ വാഹനം പതുക്കെ ഒന്ന് സൈഡിലാക്കിയപ്പോൾ ധാരാളം സന്നദ്ധ പ്രവർത്തകർ
അവർ വിവിധ തരത്തിലുള്ള വെള്ളവും ജ്യൂസും പഴവർഗ്ഗങ്ങളുമായി കാത്തു നിൽക്കുന്നു യാത്രക്കാർക്ക് വേണ്ടി. ഇത് ചെറിയൊരു അനുഭവം പറഞ്ഞതാണ്. ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇത്തരം സന്നദ്ധ സേവകന്മാരുടെ ഇഫ്താർ കിറ്റുകൾ വിതരണം, നോമ്പ് തുറപ്പിക്കൽ ഉൾപ്പെടെ എത്ര ഉജ്ജ്വലമായ തിളക്കമാർന്ന അനുഭവങ്ങളാണ്. കേരളത്തിലോ ഇന്ത്യയിലോ മാത്രമല്ല, അറബ് രാജ്യങ്ങളിലുമൊക്കെ ഇത് സജീവമായി കണ്ടു. വേറെയും പല രാജ്യങ്ങളിൽ അതെ, തങ്ങളുടെ ആവശ്യം നിർവഹിക്കുന്നതിനോടൊപ്പം ഒരുപക്ഷെ അതിനേക്കാൾ ഏറെ തങ്ങളുടെ സഹജീവികളുടെ താല്പര്യവും ആഗ്രഹവും നിറവേറ്റട്ടെ. ഇതായിരിക്കുമല്ലോ ഈ നോമ്പ് തുറപ്പിക്കാനുമൊക്കെ ഈ വെള്ളദാനത്തിനുമൊക്കെ ഭക്ഷ്യദാനത്തിനും ഇവർ കാണിക്കുന്ന ആവേശം. ഇത് ഹദീസ് പ്രേരിപ്പിച്ചതാണ്, ഖുർആൻ പഠിപ്പിച്ചതാണ്, പൂർവികന്മാർ കാണിച്ചു തന്നതാണ്. അതിവിടെ ഏറ്റെടുക്കുകയാണ്. പറഞ്ഞു വരുന്നത് കൂട്ടുകാരെ, ഒരുപാട് സൗഭാഗ്യങ്ങൾ ചെയ്തു. ഇനി ഇന്നമായ തഖബ്ബലുല്ലാഹു മുത്തഖീൻ, നല്ല തഖ്വയുള്ള ഹൃദയത്തിൽ നിന്നുകൊണ്ടാണോ അമലുകൾ ഉണ്ടായത് എങ്കിൽ അള്ളാഹുവിന് സ്വീകാര്യതയുണ്ട്. ഇല്ലെങ്കിൽ നാം ചെയ്തതൊക്കെ നഷ്ടക്കച്ചവടം. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നേടിയെടുത്ത ചൈതന്യം നമ്മൾ വളരെ വളരെ കൃത്യത്തോടെ സൂക്ഷിക്കണ്ടേ. ലാ തകൂനു കല്ലത്തി നഖദത് ഗസലഹ മിൻ ബഅദി ഖുവ്വത്തിൻ അൻകാദ. കയറൊക്കെ പിരിച്ച് ശക്തമായി പിന്നെ അതെല്ലാം അഴിച്ച് പൊട്ടിച്ച് കളയുന്ന ഒരു സഹോദരിയുടെ കഥയോടാകാം ഖുർആൻ നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. അതേപോലെ പണ്ട് നമ്മുടെ മലയാളത്തിൽ ഏതോ ഒരു ആളുടെ കഥ പറയാറുണ്ട്. വളരെ സാഹസപ്പെട്ടുകൊണ്ട് ഭീമമായ ചില വസ്തുക്കൾ മലയുടെ മുകളിലേക്ക് ഉരുട്ടു, എന്നിട്ട് മുകളിൽ ചെന്ന് അത് താഴേക്ക് ഉരുട്ടിയിട്ട് കൈകൊട്ടിച്ചിരിക്കും. ഇതേപോലെ നാം വെറുതെ താഴോട്ട് ഉരുട്ടിക്കളഞ്ഞ്, കയറ് പൊട്ടിക്കുന്നവർ പൊട്ടിക്കളഞ്ഞ് നാം നേടിയെടുത്ത വ്രതശുദ്ധി തകരാറിലാക്കാൻ പാടുണ്ടോ? ഇല്ല. മുഅ്മിനിൽ നിന്ന് അത് സംഭവിക്കാൻ പാടില്ല. നല്ല വിശ്വാസിനികളായ സഹോദരിമാരിൽ നിന്ന് സംഭവിക്കാൻ പാടില്ല. പിന്നെയോ നേടിയെടുത്ത വ്രതശുദ്ധി, ആത്മശുദ്ധി നിലനിർത്തണം കർമ്മങ്ങളിലേക്ക് വീണ്ടും. അല്ലെങ്കിൽ നമുക്കെവിടെ വിശ്രമം? ഫൈദാ ഫറഗ്ത ഫൻസബ് ഇലാ റബ്ബിക ഫർഗബ്. ഖുർആനല്ലേ. ഒന്നിൽ നിന്ന് പിരിഞ്ഞാൽ, ഒന്ന് അവസാനിച്ചാൽ മറ്റൊന്നിലേക്ക് വേഗം സജീവമാകട്ടെ. ഇതാണല്ലോ ഖുർആൻ പറഞ്ഞത്. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി തങ്ങൾ പറയുകയാണ്, മൻ സാമ റമളാനിൽ ആരെങ്കിലും വ്രതമെടുത്തു, സുമ്മ അത്ബഅഹു സിത്തൻ മിൻ ശവ്വാൽ, പിന്നെ ശവ്വാലിൽ നിന്ന് 6 നോമ്പ് അതിനോട് ചേർത്ത് പിടിച്ചു, എന്നാൽ കാന കസിയാമിദ് ദഹ്ർ, ഒരു വർഷം നോമ്പെടുത്ത് പ്രതിഫലമാണ്. ഇമാം മുസ്ലിം തങ്ങൾ നിവേദനം ചെയ്യുകയാണ്. ശവ്വാൽ 6 നോമ്പ് സുന്നത്ത് ഇപ്പോൾ നോറ്റ് തുടങ്ങിയവരുണ്ട്. അതല്ല എങ്കിൽ ഈ ശവ്വാൽ മാസം അവസാനിക്കുന്ന ഇടയിലായി 6 നോമ്പ് വ്രതം എടുക്കുന്നവർ അനേകായിരങ്ങളുണ്ട്. അതെ, സുന്നത്ത് നോമ്പല്ലേ, ഫർള് കഴിഞ്ഞല്ലോ. ആ ഒരു ലാഘവ ചിന്ത വേണ്ട കൂട്ടുകാരെ. നമുക്ക് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചെന്ന സുന്നത്ത് നോമ്പ് ഇനി ശവ്വാൽ കഴിഞ്ഞാൽ വേറെയും പലതും വരുമല്ലോ. ഹജ്ജിൻ്റെ അറഫ നോമ്പ്, അതേപോലെ മുഹറം നോമ്പൊക്കെ വരികയല്ലേ. അപ്പോൾ അതും പിന്നെ തിങ്കളും വ്യാഴവും ഒക്കെ നോമ്പെടുക്കുന്ന നല്ല വിശ്വാസികൾ അത് വേറെയുമുണ്ട്. ഏതായാലും ഈ ശവ്വാലിൻ്റെ നോമ്പിൻ്റെ വിഷയത്തിൽ നമുക്ക് ജാഗ്രത പാലിക്കണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ റമളാനിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രചോദനം അത് സംശീകരിച്ച് അതിൽ നിന്ന് ആവേശവും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല സൽപ്രവർത്തനങ്ങൾ, ദീനിയായ കാര്യങ്ങൾ, ഖുർആൻ പാരായണം ഇനിയും നാം തുടരുക, സലാത്ത് ദിക്റുകൾ വർദ്ധിപ്പിക്കുക, അള്ളാഹുവിനോട് എല്ലാ സമയത്തും പ്രത്യേകിച്ച് രാത്രി സമയങ്ങളിലൊക്കെ നന്നായി ദുആ ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ ദുആകൾക്ക് അള്ളാഹ് കാത്തിരിക്കല്ലേ, അള്ളാഹ് ഉത്തരം ചെയ്യാൻ ഒരുക്കമാണല്ലോ. അതേപോലെ തന്നെ റമളാൻ നിസ്കാരങ്ങൾക്ക് വളരെ താല്പര്യമാണ്, പള്ളികൾ സജീവമാണ്, ജമാഅത്തും ശ്രദ്ധിച്ചു. ഇനി ഒറ്റയ്ക്കുള്ള നിസ്കാരങ്ങളിലേക്ക് ചിലർ പ്രവേശിക്കും. നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും, ജമാഅത്ത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണം. പക്ഷേ എങ്കിലും പരമാവധി ജമാഅത്തുകൾ പള്ളിയിൽ തന്നെ പോകാൻ ശ്രദ്ധിക്കുക. കഴിയാതെ വന്നാൽ ഏതെങ്കിലും ഒരാളെ കൂട്ടിന് സംഘടിപ്പിച്ച് വീട്ടിൽ നിസ്കരിക്കുമ്പോൾ ഒരു ജമാഅത്ത് നിസ്കാരം, അത് ഭാര്യ ഭർത്താവായാലും വാപ്പി മക്കളായാലും ഒക്കെ അത് ശ്രദ്ധിക്കണം. യുവാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈമാനിൻ്റെ മധുരം തട്ടിക്കളയാൻ പാടില്ല. അതുകൊണ്ട് ഈമാനും ഇസ്ലാമും ഇലാഹി ഭക്തിയും നിലനിർത്തണമെങ്കിൽ പിന്നെ വേണ്ടത് നമുക്ക് എന്താണെന്നറിയുമോ? ഇൽമ്, അറിവ് നന്നായി വേണം. ഇതാ വിശുദ്ധ റമളാൻ കഴിഞ്ഞല്ലോ. ഇനി റമളാൻ മാസം കഴിഞ്ഞാൽ ഏതാനും ദിവസം കഴിയുമ്പോൾ നമ്മുടെ മദ്രസകളൊക്കെ തുറക്കുകയല്ലേ. മക്കളെ നന്നായി ദീൻ പഠിപ്പിക്കണം. ഉമ്മമാരെ, പെങ്ങന്മാരെ, ഉപ്പമാരെ മക്കളുടെ ദീനി വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധിക്കണം. നമ്മുടെ ഉലമാക്കളുടെയും ഉമറാക്കളുടെയും സംഘടിച്ചുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി 10,000-കണക്കിന് മദ്രസകൾ കേരളത്തിലുമുണ്ട്. അൽഹംദുലില്ലാഹ്, നമ്മുടെ മലയാളി കൂട്ടായ്മയുടെ ഭാഗമായി ഗൾഫ് നാടുകളിലും മദ്രസ പ്രവർത്തിക്കുന്നത് കാണാം. അറബ് സഹോദരങ്ങളും അവരുടെ മക്കളെ ഇൽമു പഠിപ്പിക്കാൻ പള്ളിയും അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഉപയോഗപ്പെടുത്തുന്ന കാഴ്ചകളും വിദേശത്തൊക്കെ പോയവർക്കറിയാം.
സർക്കാർ സംവിധാനത്തിൽ തന്നെ അറബ് രാജ്യങ്ങളിൽ സ്കൂളുകളിൽ മതപഠനത്തിനുമുണ്ട്. ഇന്ന് അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് സ്കൂൾ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിലും മദ്രസ വിദ്യാഭ്യാസം നൽകുന്നു എന്ന ഒരു സന്തോഷവും കൂടി ഇവിടെ പങ്കുവെക്കണം. ഏതെല്ലാം മാർഗങ്ങളിലാണോ ഇൽമ്, മതത്തിൻ്റെ അറിവ് നമ്മുടെ യുവതലമുറയ്ക്ക്, ഇളം തലമുറയ്ക്ക് കിട്ടുന്ന മാർഗം, അതിൽ നമ്മൾ അല്പം പോലും വീഴ്ച വരുത്താൻ പാടില്ല. മദ്രസയല്ലേ, അതൊരു സുഖം പോട്ടെ, സ്കൂൾ അത് നല്ല നിലയ്ക്ക് പോകാം എന്നൊരു ചിന്താഗതിയുണ്ട്. അങ്ങനെയല്ല വേണ്ടത്. സ്കൂളിന് എത്ര ശ്രദ്ധയുണ്ട്, അതിനേക്കാൾ ഒരു പൊടി കൂടി മദ്രസ വിദ്യാഭ്യാസം കരുതണ്ടേ. കാരണം നാളെ ആഖിറത്തിലേക്കുള്ള ഒരു വിജയം, രക്ഷ, അത് പഠിപ്പിക്കുന്നത് മതവിദ്യാഭ്യാസ കേന്ദ്രത്തിൽ നിന്നാണല്ലോ. മുൻഗാമികളൊക്കെ ഇതിന് ചെയ്ത മാതൃക, ഭരണാധികാരികളായാലും ഒക്കെ ഖലീഫ മഅ്മൂൻ എന്ന ഭരണാധികാരി കൊട്ടാരത്തിൽ പ്രസംഗപീഠമൊക്കെ ഒരുക്കി ഒരു മഹാൻ അവിടെ സുലൈമാൻ ബിൻ ഹർബ് ഹദീസ് ക്ലാസ് എടുത്തതും അതിലേക്ക് 40,000 ആളൊക്കെ ആ ക്ലാസ്സിലൊക്കെ പങ്കെടുത്തൊക്കെ ചരിത്രത്തിൽ കാണാൻ കഴിയുമെങ്കിൽ, ഖലീഫ ഹാറൂൺ റഷീദ് പങ്കെടുത്ത ഒരു ക്ലാസ്സിൽ 1,00,000-ലേറെ ജനങ്ങൾ പങ്കെടുത്തുമൊക്കെ പ്രമാണങ്ങളിലൊക്കെ വായിക്കാൻ കഴിയും. ഇമാം ദഹബി അക്കാര്യം ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മുൻഗാമികളൊക്കെ വളരെ വളരെ ശ്രദ്ധയായിരുന്നു ഇൽമു പഠിക്കാൻ. അവർ അന്ന് പ്ലെയിനുകളില്ല, ഒരുപക്ഷെ ഇന്നത്തെ മാതിരി വാഹന സൗകര്യമൊന്നുമില്ല. എന്നിട്ടും മലകൾ താണ്ടി ദിവസങ്ങളോളം ആഴ്ചകളോളമൊക്കെ ഹദീസും ഇൽമും പഠിക്കാൻ വേണ്ടി സഞ്ചരിച്ച ഇമാമിയങ്ങളുടെയൊക്കെ ചരിത്രം എൻ്റെ പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും മാതൃകയാക്കണം, ചിന്തിക്കണം എന്നാണ് നമ്മൾ പറയുന്നത്. റമദാൻ കഴിഞ്ഞു, എൻ്റെ കർമ്മങ്ങളും പ്രവർത്തനം കഴിഞ്ഞു എന്ന ഒരു ലാഘവ ചിന്ത ഇല്ലാതെ ഇതാ ശവ്വാൽ കൂടുതൽ സജീവമാകട്ടെ, ദുൽഖഅദ് വരുമ്പോൾ അതിനേക്കാളും സജീവമാകട്ടെ, അതെ ദുൽഹജ്ജിലേക്ക് കടക്കുമ്പോൾ ഖലീലുള്ളാഹി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉജ്ജ്വലമായ മാതൃക നാം ഓർക്കാൻ പോവുകയാണല്ലോ. അങ്ങനെ വരും കാലത്തെ ഓരോ ദിവസങ്ങളെയും ഒന്നിന് മെച്ചമായി, ഇന്നലത്തേക്കായും ഇന്ന് മെച്ചം, ഇന്നത്തേക്കായും നാളെ മികവുള്ളത്, ആ രീതിയിൽ നമ്മുടെ ദിവസങ്ങളെയും സമയങ്ങളെയും ആഴ്ചകളെയും മാസങ്ങളെയും ഒക്കെ നാം സമ്പന്നമാക്കി സർവശക്തനായ ജഗന്നിയന്താവായ അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. ഈ കഴിഞ്ഞ വിശുദ്ധ റമദാനിൻ്റെ സൗഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഈദുൽ ഫിത്തറിൽ അള്ളാഹുവിൻ്റെ സന്തോഷം നേടിയെടുത്ത സൗഭാഗ്യവന്മാരായ വിശ്വാസികളിൽ സാധുക്കളായ പാവങ്ങളായ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, സ്വീകരിക്കട്ടെ. നമ്മിൽ നിന്ന് വിടയായവർക്ക് അള്ളാഹു സ്വർഗം നൽകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.